പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി പാർട്ടി വെയർ ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. ഇത് 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്, 1.5 മീറ്റർ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ, പിന്നെ 5 മീറ്റർ വൈറ്റ് നെറ്റ് ഫാബ്രിക്, അതുപോലെ 2 മീറ്റർ പിങ്ക് നെറ്റ് ഫാബ്രിക്. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്യാം. ഇതിൽ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ബാക്കിൽ സിപ്പ് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യം ടോപ്പ് പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ 2ആയി മടക്കി വെച്ചിട്ടുണ്ട്. ലെങ്ത്ത് എനിക്ക് ടോപ്പിന് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ച് ഞാൻ സീം അലവൻസും കൂടി ചേർത്തിട്ട് 10.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഷോൾഡർ 9 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പം 4.5 ഇഞ്ചിൽ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോള് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നോർമലി ഷോൾഡറും ആം ഹോളും സെയിം ആണ് വരിക. അപ്പോൾ നമ്മളിവിടെ ഒരു അരയിഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് ആം ഹോൾ 5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. ഇനി വേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 21 ഇഞ്ചാണ്. അതിൻ്റെ 4/1 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പം 5.25 വരും. അതിൻ്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് 6.75 മാർക്ക് ചെയ്തിട്ട് നമ്മളിതൊന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ടോട്ടൽ വേസ്റ്റ് റൗണ്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എന്ന് പറഞ്ഞാൽ 5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് ഞാൻ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചെസ്റ്റും വേസ്റ്റും കൂടി ഒന്ന് യോജിപ്പിക്കാം. നെക്ക് വിഡ്ത്ത് 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും മാർക്ക് ചെയ്തു. ഇനി നമുക്കതൊന്ന് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരച്ചിട്ട് നമുക്ക് യു നെക്ക് വരച്ചെടുക്കാം. ഇനി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ആം ഹോളും വരച്ചെടുക്കാം. അതിന് ശേഷം 1/2 ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ആ ഷോൾഡർ സ്ലോപ്പും കൂടി ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വരച്ചതിലേക്ക് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പ് പാർട്ടിൻ്റെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണിയുടെ ഈ ഓപ്പൺ സൈഡ് ഇതുപോലെ വരുന്ന രീതിയിൽ മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ക്ലോത്താണ് ആ 1/2 ഇഞ്ചിൽ വരുന്നത്. അതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ട് പോർഷൻ ആ ലൈനിൻ്റെ തൊട്ടപ്പുറത്ത് വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതിലും ഞാൻ ബാക്ക് നെക്കിൻ്റെ ഡെപ്തും ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്തും സെയിം ആണ് എടുക്കുന്നത്, 2.5 ഇഞ്ച്. അപ്പോൾ പിന്നെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും രണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോൾ കുറച്ച് ഉള്ളിലോട്ടേക്ക് കയറ്റി വെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേ ഫ്രോക്ക് ഇട്ടാൽ ഭംഗി ഉണ്ടാവുള്ളൂ. ബാക്ക് പോർഷൻ നമ്മളത് ചെയ്യണ്ട. അപ്പോൾ ഫ്രണ്ട് പോർഷൻ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് മെറ്റീരിയലിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഷോൾഡറിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യേണ്ട, അതുപോലെ താഴെയും സ്റ്റിച്ച് ചെയ്യേണ്ട. അതേപോലെ ബാക്ക് പീസിൻ്റെയും നമ്മൾ ചെയ്തെടുക്കണം. അതായത് ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് ലൈനിങ് മെറ്റീരിയലിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിലും ഞാൻ കാണിക്കുന്ന മാർക്കിംഗ് ഉണ്ട്, അതിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പം ഞാൻ കാണിച്ച മാർക്കിങ്ങിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഞാൻ ബാക്ക് പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്ക് പീസ് മാത്രം ഒന്ന് തിരിച്ചിടാം. ഫ്രണ്ട് പീസ് തിരിച്ചിടേണ്ട, ബാക്ക് പീസ് മാത്രം ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ കോർണറൊക്കെ നല്ല നീറ്റാക്കിയിട്ടൊന്ന് എടുക്കണം. ശ്രദ്ധിക്കണം, നമ്മൾ ബാക്ക് പീസ് മാത്രമേ തിരിച്ചിട്ടിട്ടുള്ളൂ. ഇനി ഫ്രണ്ട് പീസ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ നല്ല വശം വരുമല്ലോ, ആ ഭാഗത്ത് നമ്മളിപ്പോൾ തിരിച്ചിട്ട ബാക്ക് പീസിൻ്റെ നല്ല വശവും ജോയിൻ ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഷോൾഡർ കണ്ടില്ല, ആ ഷോൾഡറിലൊക്കെ നല്ല നീറ്റാക്കിയിട്ടൊന്ന് കറക്റ്റാക്കി വെക്കണം. നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേരുന്ന രീതിയിൽ വേണം വെക്കാൻ. ഉള്ളിൽ ഇതിൻ്റെ നല്ല വശം ബാക്ക് സൈഡിൻ്റെ നല്ല വശം ചേരുന്ന രീതിയിൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഷോൾഡറെല്ലാം നേരെ ആക്കിയതിന് ശേഷം ഈ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് ഷോൾഡർ ജോയിൻ ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മളിത് തിരിച്ചിടുമ്പം ഷോൾഡറിൻ്റെ ജോയിൻ്റ് ഒന്നും കാണില്ല, നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് നിവർത്തിയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമുക്കിപ്പോൾ ഷോൾഡർ ജോയിൻ്റ് അവിടെ ആ സ്റ്റിച്ചും ഒന്നും കാണൂല, നല്ല നീറ്റായിട്ട് ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ജോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇടാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോർമൽ സിബാണ് എടുത്തിരിക്കുന്നത്, ഇൻവിസിബിൾ സിബ് അല്ല. അപ്പോൾ നോർമൽ സിബ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് സിപ്പർ ഫോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ സൈഡിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. കണ്ടില്ലേ, ഞാൻ സിപ്പ് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ താഴത്തെ അവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ബാക്കിൽ കെട്ടാനുള്ള ആ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ 24 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുക. എന്നിട്ട് കോർണറിൽ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ലൈൻ വരച്ചിട്ട് ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസും അതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ 2 പീസും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടുക. ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള സ്ട്രാപ്പ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ 2 പീസും ഞാൻ അതുപോലെ ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ടോപ്പ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത അളവെല്ലാം ഇതിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമുക്ക് 21 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ ഒരു സൈഡിൽ 10.5 ഇഞ്ച് വരും. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ്സിൽ നമ്മൾ മാർക്ക് ചെയ്താൽ കുട്ടികൾക്ക് ടൈറ്റ് ആയിരിക്കും ഇടാൻ. അപ്പോൾ 2 സൈഡിൽ ഞാൻ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തില്ലേ, അതിൽ നിന്ന് 1/2 ഇഞ്ച് എടുത്തിട്ട് 2 സൈഡിലും 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റിലും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇതിൻ്റെ നമ്മൾ വരച്ച ലൈനിൻ്റെ ഇടയിലാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ വെക്കണം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ട് വേണം നമ്മൾ വെക്കാൻ. വേണമെങ്കിൽ നമുക്ക് അവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെ കയറ്റിയിട്ട് വേണം വെക്കാൻ. കാരണം അല്ലെങ്കിൽ നമ്മൾ ബോട്ടം പാർട്ട് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ട്രാപ്പ് അതിൻ്റെ ഇടയിൽ പെട്ടുപോകും. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാനത് 2 സൈഡിലും അത് ആ ലൈനിൽ കൂടി അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 11 ഇഞ്ചാണ് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് ഞാൻ 13 ഇഞ്ചിൽ 2 ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നെറ്റിലും 13 ഇഞ്ച് വിട്ട് വരുന്ന 3 പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ 3 ലെയർ വരും നെറ്റിൻ്റെത് ആ സ്കേർട്ടിന്. അതുപോലെ 2 ലൈനിങ്ങിൻ്റെ ലെയറും വരും. അപ്പോൾ ടോട്ടൽ 5 ലെയർ ഉണ്ടാവും സ്കേർട്ടിന്.
അപ്പോൾ ഇതുപോലെ 13 ഇഞ്ച് വരുന്ന 3 ലെയർ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 5 മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ വൈറ്റ് നെറ്റ്. നമ്മൾ മെറ്റീരിയൽ വാങ്ങുമ്പോൾ നല്ല ലെങ്ത്തും വിഡ്ത്തുള്ളത് നോക്കി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഫ്രിൽസ് ഉള്ള ഫ്രോക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ നെറ്റിൻ്റെ ഫാബ്രിക് 3 ലെയർ വെക്കാൻ വേണ്ടി 3 സെറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പിങ്ക് നെറ്റ് ഞാൻ 2 മീറ്ററാണ് വാങ്ങിയിരിക്കുന്നത്. ഇത് ഫ്രോക്കിൻ്റെ അടിയിലും സെൻറ്ററിലും ഫ്രിൽസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ 3 ഇഞ്ച് വിട്ട് വരുന്ന കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ 2 ലൈനിങ് മെറ്റീരിയലിൻ്റെയും താഴത്തെ ഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ കോട്ടൺ ലൈനിങ്ങിലും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൻ്റെ ലൈനിങ്ങിലും അതുപോലെ കോട്ടൺ ലൈനിങ്ങിലും ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. ഫ്രിൽസ് ഇട്ട് കൊടുത്ത് കഴിയുമ്പം ഇതിൻ്റെ മെഷർമെൻറ്റും നമ്മളുടെ ടോപ്പ് പാർട്ടിൻ്റെ വേസ്റ്റ് മെഷർമെൻറ്റും ഈക്വൽ ആയിരിക്കണം. അപ്പോഴേ നമുക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നമുക്ക് ഫ്രിൽസ് ചെറിയ ചെറിയ മടക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും നമുക്ക് വലിച്ച് ഫ്രിൽസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ മുമ്പത്തെ ബേബി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്ങിലൊക്കെ അത് കാണിച്ചിട്ടുണ്ട്, ഇതിലും കാണിക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത്. ഇതിപ്പോൾ ഞാൻ കോട്ടൺ ലൈനിങ്ങും അതുപോലെ മറ്റേ ലൈനിങ്ങും സാധാരണ പോലെ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കിതാണ് കുറച്ചും കൂടി ഈ കോട്ടണിലും ഇതിലും കംഫർട്ടബിളായിട്ട് തോന്നുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ലൈനിങ് മെറ്റീരിയലിൽ മുഴുവൻ ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതൊന്ന് മടക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ടോപ്പ് പാർട്ട് ഇതിലൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ടോപ്പ് പാർട്ടിൻ്റെ ഈ വേസ്റ്റ് ലൈനും അതുപോലെ നമ്മൾ ഉണ്ടാക്കിയ ഫ്രിൽസിൻ്റെ ആ ക്ലോത്തും അത് ഈക്വലായിട്ട് വരുന്നുണ്ടോ നോക്കുക. അത് കറക്റ്റാക്കി വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ലൈനിങ് മെറ്റീരിയലിൻ്റെ 2 സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ മറ്റേ ലൈനിങ് മെറ്റീരിയലിലും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രിൽസ് ഇട്ടിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ കോട്ടൺ ലൈനിങ് ഇതുപോലെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 സ്കേർട്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട് ലൈനിങ്ങിൻ്റെ. അപ്പോൾ ഈ കോട്ടൺ സിൽക്കിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വെറും കോട്ടൻ്റെ ലൈനിങ് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് 1-2 കൂടി അറ്റാച്ച് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ. ഇതുപോലെ ഉള്ളിൽ വെച്ചിട്ട് 2ൻ്റെയും ആ ടോപ്പ് ഭാഗം കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതായിപ്പോൾ ലൈനിങ് 2 ഞാൻ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ 3 ലെയർ നെറ്റാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രിൽസ് ഇട്ടെടുക്കണം. അതിന് ഞാൻ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റത്തൂടെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് 2 സൈഡിൽ നിന്നും വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഞാനിതിൽ കാണിച്ചു തരാം. ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മെറ്റീരിയലിൻ്റെ 1 ലെയർ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് നൂല് ഇതുപോലെ വലിച്ചാൽ മതി. അടിയിലത്തെ നൂല് ഇതുപോലെ വലിക്കുമ്പോൾ നമുക്ക് ചുരുക്ക് കിട്ടും. അത് നമുക്ക് വേണ്ടത്ര അളവിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് 1 ലെയറിൽ ഞാൻ കറക്റ്റായിട്ട് ഫ്രിൽസ് ഇട്ടു ഇതുപോലെ വലിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ലൈനിങ് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് നോക്കുക, എല്ലാത്തിൻ്റെയും അളവ് കറക്റ്റാണെന്നോ നോക്കുക. അങ്ങനെ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മളിതിന് ലോങ് സ്റ്റിച്ചല്ലേ ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ സ്റ്റിച്ച് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ഒരു സ്ട്രോങ് സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം
ഈ സൈഡ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ രണ്ട് സൈഡും ഈക്വലാക്കി വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ സെക്കൻഡ് ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 ലെയർ നെറ്റിൻ്റെത് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയറിൽ ഈ പിങ്ക് നെറ്റ് വെച്ചിട്ട് ഞാൻ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ നെറ്റ് ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തില്ല, ആ പീസസ് എല്ലാം കൂടി ജോയിൻ ചെയ്യണം. അതിന് ശേഷം അതിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഫ്രിൽസ് ഇടുന്നുണ്ട്. അപ്പോൾ നല്ല ലെങ്ത്തിൽ ഫ്രിൽസ് ഇട്ടെടുക്കണം. നമുക്ക് ആ ഫ്രോക്കിൻ്റെ ഏറ്റവും മേലെ വരുന്ന പോർഷനിൽ ചുറ്റിലും ആ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഞാൻ അത് വെച്ചിട്ട് നല്ല ലെങ്ത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയറില്ലേ അതിൻ്റെ താഴത്തെ പാർട്ടിൽ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഈ വൈറ്റ് മെറ്റീരിയലിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്രിൽസ് ഇടേണ്ടത്. അപ്പോൾ ഇതിലും അതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ ഫ്രിൽസ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെയും 2 സൈഡും ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ബാക്കി നമ്മൾ ആദ്യം ചെയ്തു വെച്ച 2 ലെയറും ഇപ്പം ചെയ്തതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അത് 3ഉം കൂടി നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ലൈനിങ് പീസസ് ഇല്ലേ, അതും കൂടി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, സോറി. അതിന് ശേഷം നമുക്ക് ഈ ടോപ്പ് പാർട്ട് ഈ സ്കേർട്ട് പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. ഇത് രണ്ടും കൂടി അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇത് ടോട്ടൽ 5 ലെയർ വരുന്നുണ്ട് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിന്. 2 ലൈനിങ് ലെയറും 3 നെറ്റ് ഫാബ്രിക്കിൻ്റെ ലെയറും. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഈ ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് വിട്ടിട്ടുണ്ട് രണ്ടിനും. അത് കറക്റ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ. ഇപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഞാൻ താഴെ വെച്ച് കൊടുത്ത പോലെ ഫ്രിൽസ് ഇതുപോലെ 2 ലെയർ ഇതിൻ്റെ സെൻറ്ററിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് സിബ് തുറന്നിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി സെൻറ്ററിലേക്കൂടെ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പം നല്ല ഭംഗിയില്ലേ ഫ്രോക്ക് കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.